വഖഫ് ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച് അപ്പീൽ വീണ്ടും ജൂണിൽ പരിഗണിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് അടക്കം നൽകിയ ഹർജികൾ സുപ്രീം കോടതിയിൽ. ഹർജികൾ കോടതിയിൽ പരാമർശിച്ച് കപിൽ സിബൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. പാലക്കാട് മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അലന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം നാളെ. അമ്മയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു. മുണ്ടൂരിൽ പ്രതിഷേധം തുടരുന്നു. മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടും വനം വകുപ്പ് അറിയിച്ചില്ല. വീഴ്ച പരിശോധിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ആശാസമരത്തിലെ നിലപാടിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് KPCCയുടെ താക്കീത്. ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനം. സമരത്തിൽ സർക്കാരിന് സഹായകരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചെന്നും KPCC. ആശാവർക്കർമാരുമായുള്ള തൊഴിൽ മന്ത്രിയുടെ ചർച്ച വൈകിട്ട്. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ RSS ഗണഗീതം പാടിയതിൽ കടയ്ക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ദേവസ്വം ബോർഡ് പാടിയത് ദേശഭക്തി ഗാനമെന്നും പരാതി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ്. കാസർഗോഡ് 4-ാം മൈലിൽ 4 പേർക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. അക്രമത്തിൽ കലാശിച്ചത് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം. അക്രമികൾ ലഹരിക്ക് അടിമകളെന്ന പരിക്കേറ്റവർ. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് നിലമ്പൂർ വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിച്ചു. കാഞ്ഞിരപ്പുഴ വനത്തിൽ കുടുങ്ങിയത് കാറിൽ യാത്ര ചെയ്ത അധ്യാപകരായ 5 പേർ. ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചെളിയിൽ പൂണ്ടു. അഗ്നിരക്ഷാ സംഘമെത്തി യുവാക്കളെ രക്ഷിച്ചു.